ആമിൽ അൽ റസൂൽ അധ്യായം 16. ദെർബയിലും ലുസ്ത്രയിലും പൗലോസ് എത്തി. ലുസ്ത്രയിൽ ദീനിയായ ഒരു ജൂതസ്ത്രീയുടെ മകൻ തിമോത്തി എന്നു പേരുള്ള ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അവൻ്റെ ബാപ്പ ഒരു യുനാനിയായിരുന്നു. ലുസ്ത്ര, ഇക്കോണിയ എന്നിവിടങ്ങളിലെ ഇഖ്വാനീങ്ങൾക്ക് അവൻ നല്ല ശുഹൂദായിരുന്നു. തിമോത്തിയെ തൻ്റെ കൂടെ കൊണ്ടുപോകാൻ പൗലോസ് തീരുമാനിച്ചു. ആ സ്ഥലങ്ങളിലുള്ള ജൂതരെ പരിഗണിച്ച് പൗലോസ് അവന് സുന്നത്ത് കർമ്മം നടത്തി. കാരണം അവൻ്റെ അബ്ബ യുനാനിയാണെന്ന് അവരെല്ലാവരും അറിഞ്ഞിരുന്നു. ജെറുസലേമിൽ വെച്ച് റസൂലുമാരും മഹല്ലിലെ ശൈഖുമാരും എടുത്ത തീരുമാനങ്ങൾ അനുസരിക്കണമെന്ന് അവർ മദീനകളിലൂടെ ചുറ്റി സഞ്ചരിച്ച് അവിടെയുള്ളവരെ അറിയിച്ചു. അങ്ങനെ മഹല്ലുകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും മഹല്ലുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയും ചെയ്തു. ആസിയയിൽ കലിമയുടെ ഖുതുബ പറയുന്നതിൽ നിന്ന് റൂഹുൽ ഖുദൂസ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രീജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. മുസ്യയുടെ അടുത്ത് വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും ഈസയുടെ ആത്മാവ് അതിനനുവദിച്ചില്ല. അതുകൊണ്ട് മുസ്യ കടന്ന് അവർ ട്രോവാസിലെത്തി. രാത്രിയിൽ പൗലോസിന് ഒരു മിറാജ് ഉണ്ടായി. മക്കെദോനിയക്കാരനായ ഒരാൾ അവൻ്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം ത്വലബ് ചെയ്തു: മക്കെദോനിയയിലേക്ക് വന്ന് ഞങ്ങൾക്ക് മുസായിദ ചെയ്യുക. മക്കെദോനിയക്കാരോട് ഇഞ്ചീലിൻ്റെ ഖുതുബ പറയാൻ അള്ളാഹു ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞു. മിറാജ് ഉണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രക്കയിലേക്ക് യാത്ര ചെയ്തു. അടുത്ത ദിവസം നവപോലിയിലേക്കും അവിടെ നിന്ന് ഫിലിപ്പയിലേക്കും പോയി. അത് മക്കെദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന മദീനയും റുമാനിയുടെ സുൽത്താനിയത്തിലുള്ള സ്ഥലവുമായിരുന്നു. കുറേ ദിവസം ഞങ്ങൾ ആ മദീനയിൽ താമസിച്ചു. ബാബുൽ മദീനയ്ക്ക് പുറത്ത് നദിയുടെ തീരത്ത് ഒരു മർക്കസുസ് സ്വലാത്ത് ഉണ്ടെന്ന് തോന്നിയതിനാൽ സാബത്തിൽ അവിടേക്ക് ഞങ്ങൾ പോയി. ആ സ്ഥലത്ത് വന്നുകൂടിയ യുഹുർമകളോട് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളുടെ കലാം കേട്ടവരുടെ കൂട്ടത്തിൽ തുയത്തീറ മദീനയിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദീനിയുമായ ലൂദിയ എന്ന ഹുർമയുണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ കബൂലാക്കാൻ റബ്ബ് അവളുടെ കൽബ് തുറന്നു. ലുദിയയും അഹ്ലുബൈത്തും മഹ്മൂദിയ കബൂൽ ചെയ്തു. അവൾ ഞങ്ങളോട് പറഞ്ഞു: റബ്ബിൽ ഈമാൻ അർപ്പിക്കുന്നവളായി എന്നെ നിങ്ങൾ കണക്കാക്കുന്നെങ്കിൽ ഇന്ന് എൻ്റെ പുരയിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് ത്വലബ് ചെയ്യുന്നു. ഞങ്ങൾ ലുദിയയുടെ നിർബന്ധത്തിന് വഴങ്ങി. ഞങ്ങൾ മർക്കസ് സ്വലാത്തിലേക്ക് പോകുമ്പോൾ ഭാവി പറയുന്ന റൂഹ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പറഞ്ഞ് അവൾ തൻ്റെ മാലിക്കുകൾക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു: ഈ മനുഷ്യർ റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ ഖാദിമുകളാണ്. അവർ നിങ്ങളോട് ഇഖ്ലാസിൻ്റെ ത്വരീഖയെക്കുറിച്ചാണ് വയവ് പറയുന്നത്. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിന് ഇതൊരു ശല്യമായി തീർന്നു. അവൻ തിരിഞ്ഞ് അവളിലെ റൂഹിനോട് പറഞ്ഞു: അവളിൽ നിന്ന് പുറത്തു പോകാൻ ഈസ അൽ മസീഹിൻ്റെ ഇസ്മിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ആ വക്തിൽ തന്നെ അത് പുറത്തുപോയി. അവളുടെ മാലിക്കുമാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് അങ്ങാടിയിൽ ശൈഖുമാരുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവരെ ഖാദിമാരുടെ മജ്ലിസിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു: ജൂതരായ ഇവർ നമ്മുടെ മദീനയിൽ ഖിലാഫത്തുണ്ടാക്കുന്നു. റുമാനിയക്കാരായ നമുക്ക് അംഗീകരിക്കാനോ ആചരിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെക്കുറിച്ച് ഇവർ വയലു പറഞ്ഞു നടക്കുന്നു. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി കൂട്ടുചേർന്നു. ഉടുപ്പ് അഴിച്ചു മാറ്റി അവരെ അടിക്കുവാൻ ഖാദിമാർ ഹുക്കുമ നൽകി. അവർ അവരെ വളരെയധികം അടിച്ചതിന് ശേഷം തടവറയിലടച്ചു. അവർക്ക് ഭദ്രമായി കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു. പാറാവുകാരൻ വസിയത്തനുസരിച്ച് അവരെ തടവറയുടെ ഉള്ളറയിലാക്കി കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിയിൽ പൗലോസും സീലാസും പാട്ടുപാടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. തടവറയുടെ അടിത്തറ കുലുങ്ങി.
എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ തടവറയിലെ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്കൊരുങ്ങി. അപ്പോൾ പൗലോസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്കോടി. പേടിച്ചു വിറച്ച് കാവൽക്കാരൻ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ സുജൂദ് ചെയ്തു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യാ സയ്യിദ്, ഇഖ്ലാസിലാകുവാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, റബ്ബായ ഈസയിൽ ഈമാൻ അർപ്പിക്കുക, എന്നാൽ നീയും നിന്റെ അഹ്ലു ബൈത്തും ഇഖ്ലാസിലാകും. അവർ അവനോടും അവൻ്റെ ബൈത്തിലുള്ളവരോടും റബ്ബിൻ്റെ കലിമ പറഞ്ഞു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും അഹ്ലു ബൈത്തുകാരും മഹ്മൂദിയ കബൂൽ ചെയ്തു. പിന്നെ അവരെ ബൈത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഒജീനം കൊടുത്തു. അള്ളാഹുവിൽ ഈമാൻ അർപ്പിച്ചതുകൊണ്ട് അവനും അഹ്ലു ബൈത്തും ഏറെ സഹാദത്തിലായി. സുബഹിൻ്റെ വക്തിൽ ഖാദിമാർ ആ മനുഷ്യരെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട് പടയാളികളെ അയച്ചു. തടവറയുടെ മുദീർ ഈ വിവരം പൗലോസിനെ അറിയിച്ചു. ഖാദിമാർ നിങ്ങളെ വിട്ടയക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ട് ആളയച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സലാമത്തായി പോകുക. എന്നാൽ പൗലോസ് അവരോട് പറഞ്ഞു, റുമാനി മുവാക്കിനികളായ ഞങ്ങളെ വിചാരണ ചെയ്തു കുറ്റം ഹിസാബാക്കാതെ പരസ്യമായി അടിച്ചതിന് ശേഷം തടവറയിലടച്ചു. ഇപ്പോൾ ഞങ്ങളെ അവർ രഹസ്യമായി വിട്ടയക്കുന്നുവോ? അത് പാടില്ല. അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ. പടയാളികൾ ഈ വിവരം ഖാദിയെ അറിയിച്ചു. അവർ റുമാനി മുവാക്കിനികളാണെന്ന് കേട്ടപ്പോൾ ഖാദിമാർ ബേജാറായി. അതുകൊണ്ട് അവർ വന്ന് അവരെ സലാമത്തിലാക്കുകയും അവരെ പുറത്തു കൊണ്ടുവന്ന് മദീന വിട്ടു പോകണമെന്ന് അവരോട് ത്വലബ് ചെയ്യുകയും ചെയ്തു. അവർ തടവറയിൽ നിന്ന് പുറത്തു വന്ന് ലുദിയയുടെ ബൈത്തിലേക്ക് പോയി. അഹ്മാരെ കണ്ട് ധൈര്യപ്പെടുത്തിയ ശേഷം അവർ അവിടെ നിന്ന് യാത്രയായി.